അപ്പോൾ നമ്മുടെ ഐറ്റം കണ്ടോ ഗൈസ്? ഇന്നത്തെ നമ്മുടെ ഐറ്റം കണ്ടോ? പുട്ട കേട്ടോ, ചിരട്ടപ്പുട്ടാണേ. റവയും കൊണ്ട് നമ്മൾ ചെയ്ത ചിരട്ടപ്പുട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണേ. പഴമൊക്കെ ആയിട്ട് കുഴച്ച് ഉരുട്ടി തിന്നാൻ നല്ല അടിപൊളിയായിരിക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ കറി, കടലക്കറി എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. ഉണ്ടോ റവപ്പുട്ട്? അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലോട്ട് പോകാവേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെഫ് സജിനെ ഫോളോ ചെയ്യാതിരിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാ. അപ്പോൾ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒറ്റ ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പുട്ടിനാകുമ്പോൾ ഒത്തിരി അധികം ഉപ്പ് വേണ്ട. പിന്നെ ഒരു ലേശം ഒരു മഞ്ഞൾ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പുട്ടിന് ഒരു വെറൈറ്റി കളറായിരിക്കും. പിന്നെ കുറച്ച് ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഷുഗർ ഇട്ടാൽ മതി കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാവേ. കണ്ടോ, വെള്ളം ഒത്തിരി അധികമായി പോരുത്. ഒത്തിരി അധികം പിഴിഞ്ഞാൽ കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കണക്കായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അവിടെ ഒറ്റ ഗ്ലാസ് റവയ്ക്ക് ഒറ്റ ഗ്ലാസ് വെള്ളം, ആ കണക്കിന് മതി കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ബർണർ അങ്ങ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആ റവയ്ക്കകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ. അതിപ്പോൾ ഏത് പുട്ടിനാണെങ്കിലും നമ്മൾ ആ മാവിനകത്തോട്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനൊരു ചിരട്ട തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുട്ടിനെടുത്തിരിക്കുന്ന തേങ്ങയുടെ തന്നെ ചിരട്ടയാണ് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരകിയതിട്ടു, പിന്നെ നമ്മുടെ റവ അതിനകത്തോട്ടിട്ടു, കുറച്ച് തേങ്ങയും കൂടി ഇട്ടു. 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ സാധാ വലിയ പുട്ടുണ്ടാക്കില്ലേ, നീളമുള്ള പുട്ടുണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെ 2 ലെയറായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നടുക്ക് തേങ്ങ ഇട്ടു, പിന്നെ വീണ്ടും കുറച്ചുകൂടെ റവ ഇട്ടു. നമ്മുടെ റവ ഓൾറെഡി വെന്തിരിക്കുന്ന കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ചിരട്ടയുടെ അടിയിൽ ഉള്ള ആ ഒരു ഹോളിൻ്റെ അകത്തൂടെ കണ്ടില്ലേ കുക്കറിൻ്റെ അങ്ങനെ. എന്നിട്ട് ആ ചിരട്ടയുടെ മറ്റേ ഭാഗം എടുത്തിട്ട് മൂടിയും കൂടെ വെച്ചു. ഈ ചിരട്ടയുടെ ആ ഹോളിൻ്റെ അകത്ത് നമ്മുടെ പുട്ടുകുറ്റിയുടെ ചില്ലും കൂടെ ആഡ് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ ജസ്റ്റ് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി അങ്ങോട്ട് കയറുമ്പോഴത്തേനും പിന്നെ പുട്ട് റെഡിയാവില്ല. സെൻട്രലൊരു ഹോൾ ഉണക്കും, ഒരു വെള്ളത്തിൻ്റെ മയമൊക്കെ വരും. അതുകൊണ്ട് ആ ചില്ലോടൊന്ന് ഇട്ടിട്ട് വേണം റെഡിയാക്കാനേ. കണ്ടോ, നോക്കി എന്ത് രസമെന്ന് നോക്കി. കാണുന്ന കണക്ക് തന്നെ നല്ല കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ. ഇനി ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ അതിൻ്റെ അകത്ത് ഒന്നുകൂടെ ചെയ്യാൻ പോവാണേ. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ടു, വീണ്ടും നമ്മൾ റവ ആഡ് ചെയ്തു, വീണ്ടും നമ്മൾ തേങ്ങ ആഡ് ചെയ്തു, വീണ്ടും ഒരു ലെയർ റവയും കൂടെ ആഡ് ചെയ്തു, വീണ്ടും അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് റവ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത റവയാണ് കേട്ടോ. ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വീണ്ടും നമ്മളതിനെ ബോയിൽ ചെയ്ത് ഇങ്ങനെ പുട്ടാക്കുന്നത്. അപ്പം അധികം ആവിയൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആയിരിക്കും കേട്ടോ. വേകേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഓൾറെഡി വെന്ത സാധനമാണല്ലോ. ഫ്രൈ ചെയ്തു, ബോയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ പുട്ടും റെഡിയായി. ഇനി 3ാമത്തെ പുട്ടും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ തന്നെ. കണ്ട നല്ല സൂപ്പർ പുട്ട. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു കളറും വരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇന്നത്തെ പുട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ളൊരു
കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.